ഇങ്ങനെ ഉണ്ടായിരുന്ന പ്ലേസിനെ എങ്ങനെ ഇങ്ങനെയാക്കി മാറ്റിയെന്ന് കണ്ടാലോ? എടാ, ചാനലൊന്നും മാറിപ്പോയിട്ടില്ല. ആഴ്ചയിൽ ഒരു ദിവസം ഗീവ് അവേ കൊടുക്കുന്ന അതേ ചാനൽ തന്നെ. എടാ, നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റ് ഞാൻ വായിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ഒരു പ്രായത്തിൽ എനിക്കും ആഗ്രഹിച്ചു തന്ന അതായത് ഈ ജേർണൽ കിറ്റ് അങ്ങനത്തെ സാധനങ്ങളൊന്നും എനിക്കും ഉണ്ടായിരുന്നില്ല. ഞാൻ എങ്ങനെയാണ് ചെയ്തിരുന്നത്? ഒരു പേപ്പർ എടുക്കുക, അങ്ങനെ എടുക്കുക, എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ പറയാനുള്ള കാരണം, എടാ കുറേ പേര് കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടു, ചേച്ചി യു ആർ സോ ലക്കി, യു ആർ സോ റിച്ച് എന്നൊക്കെ. എടാ, ഈ റിച്ച് എന്ന് പറഞ്ഞ സാധനം ഞാൻ ഒരിക്കലും ഉണ്ടാക്കിയതല്ല. ഞാൻ റിച്ചും അല്ല, ഞാൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ജനിച്ച ഒരാളാണ്. എൻ്റെ റൂം, എനിക്കൊരു സ്വന്തമായിട്ടൊരു കുഞ്ഞു റൂം ഉണ്ടെന്നെങ്കിൽ എനിക്ക് സമാധാനിക്കും. അതുപോലെ ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു കുഞ്ഞു റൂമിൽ ഒരു സൈഡിൽ ഞാൻ ഇങ്ങനെ ഒരു സെറ്റപ്പിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്, അത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. നമുക്ക് ഈ വീഡിയോ ഇടാനും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനും വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ടടാ. നമുക്കുള്ളത് വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് ജീവിക്കാം. അപ്പം ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൻ്റെ മോട്ടീവ് തന്നെ എന്താണ്, ഞാൻ ഏൺ ചെയ്തിരുന്നത് ഒരു പെർസെൻറ്റേജ് എൻ്റെ പിള്ളേർക്ക് കൊടുക്കും എന്നുള്ളത് കൊണ്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പക്ഷെ ഇങ്ങനെ കമൻറ്റ് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലടാ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ജേർണൽ കിറ്റ് വാങ്ങിച്ചാൽ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഇപ്പം എനിക്കതിന് പറ്റുന്നില്ല, പക്ഷെ വൺ ഡേ എന്നെക്കൊണ്ട് പറ്റും. അപ്പം ഞാൻ നിങ്ങൾ ഒരിക്കലും മറക്കത്തുമില്ല. ഇപ്പൊ തൽക്കാലം എല്ലാവരും പോയി ഗീവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തോ. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഞാൻ ഇവിടെ അടിയിൽ പിൻ ചെയ്തിട്ടേക്കാം. വേഗം പോയി ഗീവേ പാർട്ടിസിപ്പേറ്റ് ചെയ്തോ. വൺ ഡേ ഞാൻ വളരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ജേർണൽ സെറ്റ് ഞാൻ വാങ്ങിച്ചു തരുന്നതായിരിക്കും, ഐ പ്രോമിസ്. അപ്പോൾ അടുത്തൊരു ഗീവേ വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.